വെൽക്കം ബാക്ക് കുട്ടികളെ. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് എർത്തിന്റെ ലേയേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു എർത്ത് എന്ന് നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നതൊക്കെ എന്താണ്, ഒരു ഭൂമിയിലാണ്. ആ ഭൂമിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയി നമ്മൾ ഇങ്ങനെ തൂമ്പ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെ കളിച്ച് അതിന്റെ അടിയിൽ എന്തായിരിക്കും നമുക്കൊരു തോന്നൽ വേണ്ടേ? എന്തായിരിക്കും എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? അതിന്റെ ക്യൂരിയോസിറ്റിനൊക്കെ ഉള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോ ഇന്റീരിയർ ഓഫ് എർത്തിന്റെ ഇന്റീരിയർ എന്താ, അതിലെ ലേയേഴ്സ് ആണ്. എർത്തിന്റെ ലേയേഴ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എത്ര ലേയേഴ്സ് ഉണ്ട്, ആ ലേയേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാവരും നോക്കാൻ പോകുന്നത്. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പൊ ഭൂമി വരുന്നുണ്ടോ? ഇപ്പൊ ഭൂമി വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അല്ലെ. ഇതിൽ ഭൂമിക്ക് എത്ര ലേയേഴ്സ് ഉണ്ട്? മൊത്തം 4 ലേയേഴ്സ് ആണ്. അതിൽ ആദ്യത്തെ നമ്മുടെ ഈ പുറം ഭാഗത്തുള്ള ഒരു സ്ഥലത്തെയാണ് പറയുന്നത്, ലെയറിന് പറയുന്ന പേരാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലെയറിനെയാണ് പറയുന്നത് ക്രസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലെയർ, അതിന്റെ ഉള്ളിൽ നമ്മുടെ ക്രസ്റ്റിന്റെ ഉള്ളിലുള്ള ലേയേഴ്സ് ആണ് മാന്റിൽ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ക്രസ്റ്റ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്, മാന്റിൽ. അത് കഴിഞ്ഞിട്ട് അതിന് മൂന്നാമത്തെ ലെയർ ആണ് പറയുന്നത്. ഫസ്റ്റ് ലെയർ കഴിഞ്ഞു, സെക്കൻഡ് ലെയർ കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ ലെയർ ആണ് ഔട്ടർ കോർ എന്ന് പറയുന്നത്. ഇനിയും ഒരു ലെയർ ഉണ്ട് അതിനുള്ളിലുള്ള ലെയർ, എർത്തിന്റെ സെന്റർ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ കോർ ആണ്. അങ്ങനെ എർത്തിന് 4 ലേയേഴ്സ് ആണ് മൊത്തം ഉള്ളത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ക്രസ്റ്റ്, സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, മാന്റില്, മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ്, ഔട്ടർ കോർ, നാലാമത്തെ എന്ന് പറയുന്നത് ഇന്നർ കോർ. അങ്ങനെ മൊത്തം എർത്തിന് 4 ലേയേഴ്സ് ഉള്ളത്. ഇനി ഈ ഓരോ ലേയേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിന്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമുക്കിന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇത് മാത്രമായിരുന്നു. ഓക്കെ, ക്രസ്റ്റ്. അപ്പൊ ഇതെന്ന് പറയുന്നത് തിന്നസ്റ്റ് ലെയർ ഓഫ് എർത്ത്. അപ്പൊ എർത്ത് എന്ന് പറയുന്നത് നമ്മളൊക്കെ സ്പേസിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊന്നും പോയിട്ടില്ല, പക്ഷെ എന്താണ്, കുറെ ആൾക്കാരൊക്കെ സ്പേസിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് എർത്തിന്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിലൊക്കെ കാണാല്ലേ, കുറെ പച്ച കളറും കുറെ ഒരു നീല കളറൊക്കെ ഉള്ള ഒരു സംഭവം കാണാല്ലേ. ആ ഒരു ഏരിയ ആണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഒരു പുറന്തോട്, ഈ മുട്ടത്തോട് പോലത്തെ ഒരു സംഭവം ഇല്ലേ, തീരെ കട്ടിയില്ലാത്ത ആ ഒരു പുറന്തോട് പോലത്തെ സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇറ്റ് ഈസ് എ തിന്നസ്റ്റ് ലെയർ ഓഫ് എർത്ത്. എർത്തിന് മൊത്തം 4 ലേയേഴ്സ് എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ലെയർ ആണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ തിന്നസ്റ്റ്, വളരെ കട്ടി കുറഞ്ഞൊരു ലെയർ ആണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. ഇതിനെന്താണ്, കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ബഹിരാകാശത്ത് പോകുന്ന സമയത്ത് അവിടുത്തെ ആസ്ട്രോണറ്റ്സിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്താണ്, ഭൂമിയൊക്കെ ഇങ്ങനെയാണ് ഉരുണ്ടിരിക്കുന്ന ഒരു ഭൂമി. കുറെ സ്ഥലത്ത് പച്ച കളറും കാണാം, കുറെ സ്ഥലത്ത് എന്താണ്, നീല കളറും കാണാം. അങ്ങനെ അതെന്താണ്, കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട് അല്ലേ. ദ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് സിലിക്ക ആൻഡ് അലുമിനിയം. കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്താണ്, അപ്പൊ നമുക്ക് അറിയാലേ, നമുക്ക് നമ്മുടെ ഭൂമിയിലെ മൊത്തം എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്, 7 കോണ്ടിനെന്റ്സ്. ആ കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലാൻഡ് ഏരിയ അല്ലേ. അപ്പൊ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് സിലിക്ക ആൻഡ് അലുമിനിയം. സിലിക്കയും അലുമിനിയം കൊണ്ടാണ് എന്തുണ്ടാക്കിയത് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ്, അതിനെന്ത് പറയുന്നുണ്ട്, സിലിക്കയും അലുമിനിയം, സിലിക്ക പ്ലസ് അലുമിനിയം, സിയാൽ എന്നാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ പറയുന്നത്. അത് എന്തുകൊണ്ടാണ് സിയാൽ എന്ന് പേര് പറഞ്ഞത്, അതിന് സിലിക്കയും ഉണ്ട്, അലുമിനിയം ഉണ്ട്. അടുത്താണ് ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓഷ്യാനിക് ക്രസ്റ്റ് എന്താണ്, ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് സിലിക്ക ആൻഡ് മഗ്നീഷ്യം. മറ്റേത് സിലിക്ക ആൻഡ് എന്താണ്, അലുമിനിയം ആണ്. ഇത് സിലിക്ക ആൻഡ് മഗ്നീഷ്യം ആണ്. അപ്പൊ ഇതിനെന്ത് പറയുന്നുണ്ട്, സിമ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സിലിക്ക ആൻഡ് അലുമിനിയത്തിന് എന്ത് പറയുന്നു, സിയാൽ എന്ന് പറയുന്നു. മറ്റേ ഓഷ്യാനിക് ക്രസ്റ്റിന് എന്ത് പറയുന്നു, സിമ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്രസ്റ്റ് ഞാൻ പറഞ്ഞു, ക്രസ്റ്റ് വളരെ തിന്നസ്റ്റ് ലെയർ ആണെന്ന് പറഞ്ഞു. രണ്ടാമത് എന്ത് പറഞ്ഞു, അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്താണ്, കോർഡിനൽ ക്രസ്റ്റ് എന്ന് തരംതിരിച്ചിട്ടുണ്ട്, ഒന്ന് ഓഷ്യാനിക് ക്രസ്റ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ദ തിക്നെസ് ഓഫ് ദ ക്രസ്റ്റ്. ഇനി നമ്മൾ എന്താ പറയുന്നത്, വളരെ തിന്നസ്റ്റ് ലെയർ, 4 ലേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും തിന്നസ്റ്റ് ലെയർ ആണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ലേയേഴ്സിന് എത്രയാണ് അതിന്റെ കട്ടി എന്ന് നമുക്ക് നോക്കാം. The thickness of the crust varies from
5 to 8 kilometers under the ഓഷ്യൻസിൽ വളരെ കട്ടി കുറവായിരിക്കും, വളരെ കുറവായിരിക്കും എന്ത് ഓഷ്യൻസിൽ എന്ന് പറയുന്നത്. അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്? 5 to 8 kilometers മാത്രമാണ് എന്ത് അതിന്റെ ഒരു കട്ടിയുള്ളൂ. പക്ഷെ എന്താ കോണ്ടിനെന്റ്സിലോട്ട് വരുന്ന സമയത്ത് എന്താണ്, കോണ്ടിനെന്റൽ ക്രസ്റ്റിലോട്ട് വരുന്ന സമയത്ത് 35 മുതൽ 70 വരെയാണ് എന്ത് കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ കട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രി മുതൽ 700 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ക്രസ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത ലെയർ, ഇപ്പൊ ക്രസ്റ്റ് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചില്ലേ, സെറ്റ് അല്ല എല്ലാവരും. ഇനി അടുത്ത് നമുക്ക് ഇതിലോട്ട് പോവാം. അടുത്താണ് എന്ത് മാന്റിൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലെയർ ആണ് എന്ത് മാന്റിൽ എന്ന് പറയുന്നത്. മാന്റിൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ തിക്കസ്റ്റ് ലെയർ ഓഫ് എയർ. ഏറ്റവും കൂടുതലായിട്ട് തിക്കസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ലെയറിനെയാണ് എന്ത് പറയുന്നത് മാന്റിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എന്താണ്, ഇത് നിങ്ങൾ ഈ ചിത്രം കണ്ടോ, ഈ ചിത്രം കണ്ടതിൽ കണ്ടാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇരിക്കുന്ന എന്താണ് നമ്മുടെ എന്താ മാന്റിലാണ് അല്ലേ. അപ്പൊ ഇറ്റ് ഈസ് ദ തിക്കസ്റ്റ് ലെയർ ഓഫ് എർത്ത്. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ് 2900 കിലോമീറ്റർ ആണ് എന്ത് മാന്റിലെ തിക്നെസ് എന്ന് പറയുന്നത്. അവിടെ നോക്കിയ സമയത്ത് നിങ്ങൾക്ക് എന്താണ് 5-6 കിലോമീറ്റർ ആണ് ഓഷ്യാൻസിലും, അതേപോലെ 35 to 40 ഉള്ളൂ എന്ത് അതിന്റെ കട്ടി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണോ അല്ല, 2900 കിലോമീറ്റേഴ്സ് ആണ് എന്ത് മാന്റിലിന്റെ എന്താണ് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ തിക്നെസ് ഉള്ളത് എന്താണ് മാന്റിലാണ്. ഇതിനും എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എന്താണ് അപ്പർ മാന്റിൽ നിന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ലോവർ മാന്റിലുമായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തിന് മാന്റിനെയും തിരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ മറ്റേതിൽ നമ്മൾ ഓഷ്യാനിക് ക്രസ്റ്റ് എന്താണ് പഠിച്ചു, കോണ്ടിനെന്റൽ ക്രസ്റ്റും പറഞ്ഞു. ഇവിടെ എന്താണ് അപ്പർ മാന്റിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്, ലോവർ മാന്റിലും തിരിച്ചിട്ടുണ്ട് അല്ലെ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെമി ലിക്വിഡ് ഓഫ് മോൾട്ടൺ റോക്സ്. എന്താണ് നമ്മുടെ അപ്പർ മാന്റിലെ ഈ മാന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെമി ലിക്വിഡ്. നിങ്ങളൊക്കെ പശയൊക്കെ കണ്ടിട്ടില്ല, എന്താ ലിക്വിഡ് ആണോ ചോദിച്ചാൽ ലിക്വിഡ് ആണ്, കുറെ കട്ടിയുണ്ടോ ചോദിച്ചാൽ കട്ടിയാണ്. നിങ്ങൾ വേറൊരു ഉദാഹരണം പറയാം, തേന് നിങ്ങൾ കണ്ടിട്ടില്ല, തേൻ എന്താണ് വെള്ളമാണോ വെള്ളമാണ്, പക്ഷെ കട്ടിയുണ്ടോ കട്ടിയുണ്ട്. അല്ലെങ്കിൽ വേറെ എന്താണ് വലിയ എന്താ കുറച്ചും കൂടെ ഇപ്പൊ ഒരു അങ്ങനത്തെ ഒരു രീതിയാണ്, ഒരു സെമി ലിക്വിഡ് ഫോം ആണ് എന്ത് എന്ന് പറയുന്നത് നമ്മുടെ മാന്റിലുള്ളത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെമി ലിക്വിഡ് ഓർ മോൾട്ടൺ റോക്സ് ആണ്. ഉരുകിയിരിക്കുന്ന ഒരു എന്താണ് റോക്ക് പോലെയാണ്. എന്താണ് വെള്ളമാണോ ചോദിച്ചാൽ വെള്ളമാണ്, കട്ടിയാണോ ചോദിച്ചാൽ റോക്കാണോ ചോദിച്ചാൽ റോക്കാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത്. റോക്സ് ആർ ലാർജ്ലി കണ്ടെയ്നിങ് സിലിക്കൺ ഉണ്ട്, അയൺ ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്. ഈ മൂന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സിലിക്കൺ സെമി ലിക്വിഡ് മോൾട്ടൺ റോക്ക് ആയിട്ട് അവിടെ കാണുന്നത്. ഓക്കെ, ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 8,870 ഡിഗ്രി സെൽഷ്യസ് ടു 4,400 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് പറയുന്നത് ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ വെള്ളം ചൂടാവാൻ വെറും എത്ര വേണം, 100 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ വെള്ളം തിളച്ചു പോകും. അപ്പൊ അത് ഇപ്പൊ ഇവിടുന്ന് അവിടുത്തെ ആലോചിച്ച് നോക്ക്. അപ്പൊ മാന്റിലെ ഒരു എന്താ ടെമ്പറേച്ചർ നിങ്ങൾ ആലോചിച്ച് നോക്ക്. 870 ഡിഗ്രി സെൽഷ്യസ് ടു 4,400 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് അതിന്റെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ഇതാണ് എന്ത് മാന്റിലിനെ പറ്റിയുള്ള മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ക്രസ്റ്റ് പഠിച്ചു, രണ്ടാമത് എന്ന് പറയുന്നത് മാന്റിൽ നോക്കി. ഇനിയാണ് എന്ത് ഔട്ടർ കോറിനെ പറ്റി പഠിക്കുന്നത്. ഔട്ടർ കോർ എന്താ, ഇറ്റ് ഇസ് എ തേർഡ് ലെയർ ഓഫ് ലൈസ് ബിലോ ദ മാന്റിൽ എന്ന് പറയുന്നത് മാന്റിലിന് താഴെയായിട്ട് ഒന്നാണ് എന്ത് വരുന്നത് ഔട്ടർ കോർ എന്ന് പറയുന്നത്. ഇത് പറയുന്നത് ലിക്വിഡ് പാർട്ട് ഓഫ് ദ കോറിന്റെ ലിക്വിഡ് പാർട്ട്. കോർ എന്ന് പറയുന്നത് ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ട്. അതിൽ ഔട്ടർ കോറാണ് നമ്മളിപ്പോ നോക്കുന്നത്. ഇതെന്ന് പറയുന്നത് ലിക്വിഡ് പാർട്ടാണ് എന്ത് ഔട്ടർ കോർ എന്ന് പറയുന്നത്. ഇതിന്റെ കിലോമീറ്റർ എന്ന് പറയുന്നത് 2,300 കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ എന്ന് പറയുന്നത് കട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് നിക്കൽ ആൻഡ് അയൺ. ഫെറം ഈസ് ഓൾസോ നോൺ ആസ് എന്താ നിഫെ എന്നാണ് പറയുന്നത്. ഇതിൽ എന്താ പറയുക നിക്കലും. ഇത് നമ്മുടെ ഔട്ടർ കോർ നിർമ്മിച്ചിരിക്കുന്നത് എന്താണ് നിക്കലും ഉണ്ട് അയണും അയണും ഉണ്ട്. അതുകൊണ്ട് അതിനെന്ത് പറയുന്നു നിഫെ എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4,400 ഡിഗ്രി സെൽഷ്യസ് ടു 6,100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എന്ത് പറയുന്നത് ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നർ കോർ റെഡി ആയോ? ഫസ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു, ക്രസ്റ്റ് പഠിച്ചു, രണ്ടാമത് എന്ത് പഠിച്ചു, മാന്റിൽ പഠിച്ചു, പിന്നെ കോറില് നമ്മൾ ഔട്ടർ കോർ നോക്കി. ഇനി എന്താണ്, ഇനി ഏറ്റവും ഉള്ളിൽ ഇപ്പൊ നിങ്ങൾ മുട്ട പൊളിക്കുന്ന സമയത്ത് മുട്ടേന്റെ ഉണ്ണി ഉണ്ടാവില്ലേ, അത്രയും നടുക്ക് സെന്ററുമായിട്ട് നിൽക്കുന്ന സംഭവം അല്ലേ. മുട്ട പറഞ്ഞാൽ 2 ലെയറേ ഉള്ളൂ, പക്ഷെ ഇത് പറയുന്ന 4 ലെയർ ഉണ്ട്. അത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഓക്കെ, ഇതെന്താണ്, ഇനിയാണ് അടുത്തത് ഇന്നർ കോർ എന്ന് പറയുന്നത്. ഇന്നർ കോർ എന്ന് പറയുന്നത് ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് എർത്ത്. നമ്മുടെ എർത്തിന്റെ ഏറ്റവും കൂടുതലായിട്ട് ഇന്നർ ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് എന്ത് ഇന്നർ കോർ എന്ന് പറയുന്നത്. ദിസ് ലെയർ ഈസ് അബൌട്ട് 1,200 കിലോമീറ്റേഴ്സ് ഓഫ് തിക്ക്. ഇതിന്റെ തിക്ക് എന്ന് പറയുന്നത് 1,200 കിലോമീറ്റേഴ്സ് ആണ് എന്ത് പറയുന്നത് ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതലുള്ളത് എന്തിനാണ് മാന്റിലാണ്. എത്രയുണ്ട് 2,900 കിലോമീറ്റർ ആണ് എന്ത് പറയുന്നത് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഇതിന്റെ തിക്നെസ് എത്രയാണ് 1,200 കിലോമീറ്റേഴ്സ് തിക്ക് ആണ് അല്ലേ. ഇറ്റ് ഹാസ് എ സെയിം കമ്പോസിഷൻ ഓഫ് ഔട്ടർ കോർ ബട്ട് ഇറ്റ് ഈസ് സോളിഡ് ബിക്കോസ് ഹൈ പ്രഷർ. എന്താണ് എല്ലാ സെയിം കമ്പോസിഷൻ ഔട്ടർ കോറിൽ എങ്ങനെയാണോ അതേ കമ്പോസിഷൻ തന്നെയാണ് എന്ത് പറയുന്നത് ഇന്നർ കോറിലുള്ളത്. പക്ഷെ അതിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ് ഇതെന്ന് പറയുന്നത് ഇവിടെ
അവിടെ സെമി ലിക്വിഡ് ആണ് എന്ത് പറയുന്നത്, അവിടെ ലിക്വിഡ് ഫോം ആണ് എന്ത് പറയുന്നത്, ഔട്ടർ കോർ എന്ന് പറയുന്നത്. പക്ഷെ ഇന്നർ കോറിൽ അങ്ങനെയല്ല, സോളിഡ് സ്റ്റേജ് ആണ്. എന്തുകൊണ്ടാണ്? ഹൈ പ്രഷർ കാരണം എന്താണ്, അവിടെ ലിക്വിഡ് സ്റ്റേജ് മാറി സോളിഡ് സ്റ്റേജ് ആണുള്ളത് അല്ലെ. ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 6000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ച്, എർത്തിന് എത്ര ലേയേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു അല്ലെ. ഏറ്റവും തിക്കസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ലെയർ ഏതാണ്, മാന്റിൽ എന്ന് പഠിച്ചു അല്ലെ. ഓരോ ലെയർ എന്താ പഠിച്ചു, ഓരോ ലെയറിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താ നോക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ.